ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. കിയാര അദ്വാനിയുടെ പുതിയ സിനിമയിൽ നിന്നുള്ള ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ചെറിയൊരു മേക്കപ്പ് ലുക്കാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കുട്ടി മേക്കപ്പാണ്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റായിട്ട് തന്നെ ഞാൻ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന ഒരു നല്ല മോയ്സ്ചറൈസറാണ്. നമുക്ക് നല്ല രീതിയിൽ ഡോട്ട് ടു ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നീട് ഞാനൊരു കൺസീലർ യൂസ് ചെയ്യാൻ നമുക്ക് ഡാർക്ക് ഏരിയാസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ഫ്ലോലെസ് ലിക്വിഡ് കൺസീലറാണ്. അതൊരു സ്പഞ്ച് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഫിറ്റ്മിയുടെ മാറ്റ് പോർലെസ് ഫൗണ്ടേഷനാണ്. നമുക്ക് അത്യാവശ്യം ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു ഫൗണ്ടേഷൻ. അതൊന്നൊരു സ്പഞ്ച് കൊണ്ട് നല്ലോണം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒരു ബ്രഷ് കൊണ്ട് പതിയെ കുറച്ച് സമയം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്കൊരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ മേക്കപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ണിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പാണ്. കണ്ണ് നല്ല വിടർന്ന് നിൽക്കുന്ന രീതിയിലുള്ള മേക്കപ്പാണ്. അതുകൊണ്ട് താഴെ മുകളിലുമായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തേക്കുന്ന മസ്കാര എന്ന് പറയുന്ന ഐടെക്സിൻ്റെ മസ്കാരയാണ്. അത്യാവശ്യം നല്ല വോളിയൊക്കെ തരുന്ന മസ്കാരയാണ്. അതിനുശേഷം ഐടെക്സിൻ്റെ കാജൽ ഉപയോഗിച്ച് ഞാൻ കണ്ണിൻ്റെ താഴെ എഴുതി ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ താഴെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ എഴുതി കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു സ്പൂലി ഉപയോഗിച്ചിട്ട് ഐബ്രോസ് ഒന്ന് ഈരി കൊടുത്തതിന് ശേഷം ഒരു ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു കൈ കൊണ്ട് ഐബ്രോസ് ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം എഴുതിയ അത്യാവശ്യം നല്ല ഷേപ്പിൽ കിട്ടും. അടുത്തായിട്ട് ലിപ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ മാറ്റ് പൗഡർ ലിപ്സ്റ്റിക്കാണ്. അവരുടെ പുതിയ ലോഞ്ചാണ്. ഡെയിലി യൂസസിനൊക്കെ പറ്റിയ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്രിക് ബ്യൂട്ടി B01 ആണ്. നല്ലൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അതിനുശേഷം ഞാൻ ഒരു ഹൈലൈറ്റർ ഉപയോഗിക്കുന്നുണ്ട്, ഹിലറി റോഡയുടെ. ഇത് നമ്മൾ ചീക്ക് ബോൺസിലും മൂക്കിൻ്റെ തുമ്പത്തും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഡൂയി ഫിനിഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനൊരു ബിന്ദി ഇടുകയാണ്. ഇട്ടതിന് ശേഷം ഒരു ഓക്സിഡൈസർ, ഒരു ഇയറിങ്സ്, അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള ഇയറിങ്സ് വെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏതാണ്ടൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 to 5 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.